ഇന്ന് നമുക്ക് ടെൻസുകളെ പറ്റിയിട്ട് പഠിക്കാം. എന്താണ് ടെൻസ്? ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു അടിത്തറയാണ് ടെൻസ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഇംഗ്ലീഷ് ഭാഷ നന്നായി തെറ്റുകൂടാതെ നമ്മൾ സംസാരിക്കണമെങ്കിൽ എന്ത് വേണം? ടെൻസ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം അല്ലേ? അപ്പോൾ ടെൻസുകൾ ഏതൊക്കെയാണെന്നാണ് ആദ്യം നമ്മൾ അറിയേണ്ടത്. ഒന്ന് പ്രസൻറ്റ് ടെൻസ്, 2 പാസ്റ്റ് ടെൻസ്, 3 ഫ്യൂച്ചർ ടെൻസ്. ഇനി പ്രസൻറ്റ് ടെൻസ് എന്താണെന്ന് പറയാം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ പ്രസൻറ്റ് കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന കാലഘട്ടത്തെയാണ് നമ്മൾ ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ പ്രസൻറ്റ് ടെൻസിനെയും പാസ്റ്റ് ടെൻസിനെയും ഫ്യൂച്ചർ ടെൻസിനെയും 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇംഗ്ലീഷിൽ 12 ടെൻസുകളാണ് ഉള്ളത്. ഇനി നമുക്ക് ടെൻസുകളെ ആദ്യം നമുക്ക് മലയാളത്തിൽ പഠിക്കാം. അതായത് അവൻ വായിക്കുന്നു, അവൻ വായിക്കുകയാണ്, അവൻ വായിച്ചിട്ടുണ്ട്. ഇവിടെ 3 കാര്യങ്ങളിലും പറയുമ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിലും എല്ലാം ഒന്ന് തന്നെയാണ്. ഇനി ഇതിനെ തന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ എങ്ങനെ പറയാം? അവൻ വായിച്ചു, അവൻ വായിക്കുക ആയിരുന്നു, അവൻ വായിച്ചിട്ടുണ്ടാകും, അവൻ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരേ കാര്യം നമ്മൾ 4 രൂപത്തിൽ പറയുന്നതാണ് ഇവിടെ. ഇനി ഇതിനെ മറ്റൊരു രീതിയിലേക്ക് മാറ്റുകയാണ്. അവൻ വായിച്ചു, അവൻ വായിക്കുകയായിരുന്നു, അവൻ വായിച്ചിട്ടുണ്ടായിരുന്നു, അവൻ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. മുകളിൽ പറഞ്ഞതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിനെ തന്നെ വീണ്ടും മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ അവൻ വായിക്കും, അവൻ വായിക്കുക ആയിരിക്കും, അവൻ എഴുതിയിട്ടുണ്ടാകും, അവൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇങ്ങനെ നമ്മൾ 12 രൂപത്തിൽ ഒരേ വാചകങ്ങളെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ടെൻസുകൾ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് സെൻറ്റൻസ് സ്ട്രക്ചർ പഠിക്കണം. അതായത് എസ് പ്ലസ് എ പ്ലസ് വി. ഇതിൽ എസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ്, എ എന്ന് പറഞ്ഞാൽ ഓക്സിലറി, വി എന്ന് പറഞ്ഞാൽ വെർബ്. ഇതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി സബ്ജക്റ്റ് എന്നാൽ എന്താണെന്ന് പറയാം. ഒരു സെൻറ്റൻസിനകത്ത് പ്രവൃത്തി ചെയ്യുന്ന ആളിനെ സൂചിപ്പിക്കുന്നതാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഐ ആം റീഡിങ്, ഞാൻ വായിക്കുകയാണ്. ഇനി നമുക്ക് അടുത്തത് ഓക്സിലറി വെർബ് ഏതൊക്കെയെന്ന് നോക്കാം. ഡു, ഡസ്, ഡിഡ്, ഈസ്, ആം, ആർ, വാസ്, വേറെ, ഹാസ്, ഹാവ്, ഹാഡ്, വില്ല്, ഷോൾ, വുഡ്, ഷുഡ്. ഇതൊക്കെയാണ് ഇവിടെ ഓക്സിലറികൾ. ഇനി വെർബുകൾ, അതായത് ക്രിയകൾ. ഒരു സെൻറ്റൻസിനകത്തുള്ള പ്രവൃത്തിയാണ് നമ്മൾ വെർബ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഐ ആം റൈറ്റിംഗ്. ഇവിടെ റൈറ്റിംഗ് എഴുതുന്നു എന്നതാണ് ഇവിടുത്തെ വെർബ്. അതായത് ഇവിടുത്തെ പ്രവൃത്തി എന്തായിരുന്നു? നമ്മൾ എഴുതുകയാണല്ലേ. ഇനി പ്ലേ, സ്റ്റഡി, റൈറ്റ്, ഗോ, കം, ഈറ്റ്, ഡ്രിങ്ക്, തിങ്, റണ്ണ്, സ്ലീപ്പ്, ഫ്ലൈ, ക്രൈ, ലാഫ്, സിങ്, ജമ്പ്. ഒരു മനുഷ്യൻ അതുപോലെ ജീവനുള്ള എല്ലാ വസ്തുക്കളും ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെർബ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഈ വെർബുകളിൽ കൊടുത്തിട്ടുണ്ട്? പ്ലേ, കളിക്കുക, സ്റ്റഡി, നമ്മളിവിടെ പഠിക്കുക, റൈറ്റ്, എഴുതുക, ഗോ, പോവുക, കം, വരിക, ഈറ്റ്, തിന്നുക, ഡ്രിങ്ക്, കുടിക്കുക, തിങ്, ചിന്തിക്കുക, റണ്ണ്, ഓടുക, സ്ലീപ്പ്, ഉറങ്ങുക, ഫ്ലൈ, പറക്കുക, ക്രൈ, കരയുക, ലാഫ്, ചിരിക്കുക, സിങ്, പാടുക, ജമ്പ്, ചാടുക. അങ്ങനെ ഓരോരോ ഈ വേഡ്സിനെ നമ്മൾ ഇവിടെ എന്താണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെയാണ് നമ്മളിവിടെ വെർബ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ ഒരു ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളുടെ പേരാണ് ആദ്യം പഠിക്കേണ്ടത്. ഇനി നമുക്ക് പഠിക്കാം അവൻ വായിക്കുന്നു. ഇപ്പോൾ ഇവിടെ അവൻ എന്നതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് ഹീ ആണ്. അപ്പോൾ അവൻ വായിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ ഓക്സിലറി വെർബാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എങ്ങനെ പറയും? ഹീ ഡസ് റീഡ്. ഇവിടെ ഓക്സിലറി വെർബ് ഡസ് ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഡസ് ചേർത്തത് എന്ന് പറയാം. ഹീ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരാൾ മാത്രമാണ്. ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചേർക്കേണ്ടത്? ഡു ആണ് ചേർക്കേണ്ടത്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. ഒരാൾ മാത്രമാണെങ്കിൽ നമ്മളിവിടെ ഡസ് ചേർക്കും. ഒന്നിൽ കൂടുതൽ ആളുണ്ടെങ്കിൽ ഡു ചേർക്കണം. എക്സാമ്പിൾ, ഷീ ഡസ് കം, സലീം ഡസ് സിങ്. അപ്പോൾ ഇവിടെ ഷീ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരാളാണ്. അതുപോലെ സലീം എന്ന് പറഞ്ഞാലും ഇവിടെ ഒരാളാണ്. അപ്പോൾ സലീം വരിക എന്നുള്ളതിലും സലീം പാട്ട് പാടുക എന്നുള്ളതിനൊക്കെ ഇവിടെ നമ്മൾ എന്താണ് ഓക്സിലറി വെർബിൽ ഡസ് ആണ് ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത്.
ഇനി അടുത്തത് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് അവർ വായിക്കുന്നു. അവർ എന്നുള്ളതിൽ ഇവിടെ എന്താണ്, ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെ പറയാം, ഇവിടെ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടായതുകൊണ്ട് അവർ എന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുക, ദേ എന്നാണ് ഉപയോഗിക്കുക. ഒന്നിൽ കൂടുതൽ ആൾ ഉണ്ടെങ്കിൽ നമ്മൾ ഡു ചേർക്കണം. എങ്ങനെ, ദേ ഡു റീഡ്. അപ്പോൾ നമ്മൾ മുകളിൽ പഠിച്ചിരുന്നു ഡു ഒന്നിൽ കൂടുതൽ ആളുണ്ടെങ്കിലാണ് ചേർക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ദേ ഡു റീഡ്. ഞാൻ പോകുന്നു. ഇവിടെ ഞാൻ പോകുന്നു എന്നുള്ളിടത്ത് നമ്മൾ എത്ര ആൾ ഇവിടെ ഉണ്ട്, ഒരാളേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരാളാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഡു ചേർക്കുക. അപ്പോൾ ഞാൻ ഐ ഡു ഗോ, ഞാൻ പോകുന്നു. നീ എഴുതുന്നു. നീ എഴുതുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, ഒരാളേ ഉള്ളൂ അല്ലേ. അപ്പം നീ എന്നതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് യു ഡു റൈറ്റ്. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നമ്മൾ പഠിച്ചിരുന്നു ഒരാളാകുമ്പോൾ ഡസ് ചേർക്കണം. ഇപ്പം നമ്മൾ ഇതിൻ്റെ മുന്നേ പഠിച്ചിരുന്നു ഒരാളാണെങ്കിൽ ഡസ്സും ഒന്നിൽ കൂടുതൽ ആളുണ്ടെങ്കിൽ ഡു ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഞാൻ പോകുന്നു, അപ്പോൾ ഇവിടെ നമ്മൾ ഐ ഡു ഗോ എന്നാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താ, അതുപോലെ നീ എഴുതുന്നു എന്നുള്ളതും ഒരാളേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഡു ആണ്, ഡസ് ചേർത്തിട്ടില്ല. അതിൻ്റെ കാരണം എന്താണ്, ഐൻ്റെ കൂടെയും അതുപോലെ യു എന്നതിൻ്റെ കൂടെയും നമ്മൾ എന്ത് ചേർക്കണം, ഡു ചേർക്കണം. അത് മനസ്സിലാക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഹീ ഡസ് റീഡ് എന്നുള്ളതിനെ നമ്മൾ ഒന്നും കൂടെ സിമ്പിളായിട്ട് മാറ്റാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ ഹീ ഡസ് റീഡ് എന്ന് വായിക്കേണ്ടതില്ല. ഈ ഡസ്സിനെ ഒഴിവാക്കിയിട്ട് ഹീ റീഡ് ഈ ഡസ്സിനെ ഒഴിവാക്കിയാൽ ഹീ റീഡ് എന്നാണ് നമ്മൾ വായിക്കുക. അപ്പോൾ ഈ റീഡ് എന്നുള്ളിടത്ത് യെസ് ചേർക്കുക, ഹീ റീഡ്സ് എന്ന് ചേർക്കുക. ഇനി ഷീ ഡസ് കം എന്നുള്ളതിനെ ഡസ്സിനെ ഒഴിവാക്കിയിട്ട് നമുക്ക് എന്ത് പറയാം, ഷീ കംസ് എന്നെഴുതുക. അപ്പോൾ ഇവിടെയൊക്കെ യെസ് ചേർത്ത് കൊടുക്കുക. ഇവിടെ ഈ റീഡിനെ ഡസ്സിനെ അതുപോലെ സലീം ഡസ് സിങ് എന്നുള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഡസ്സിനെ ഒഴിവാക്കിയിട്ട് സലീം സിങ് എന്നുള്ളത് യെസ് ചേർത്ത് കൊടുക്കുക. അപ്പം സലീം സിങ്സ്. ഇനി അടുത്തത് ദേ ഡു റീഡ്. ഇവിടെ എന്താ ചെയ്യുക, ഡു ഒഴിവാക്കുക. എന്നിട്ട് ദേ റീഡ്. ഐ ഡു ഗോ എന്നുള്ളിടത്ത് നമുക്ക് ഐ ഗോ. നമ്മളിതിനെ യു ഡു പ്ലേ, നീ കളിക്കുന്നു. ഇവിടെ എന്താ ചെയ്യുക, യു പ്ലേ എന്ന് എഴുതിയാൽ മതി, ഡു ഒഴിവാക്കുക. ഇപ്പോൾ നമ്മൾ പഠിച്ച ഈ ടെൻസിനെ നമ്മൾ എന്താ പറയുക, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്നാണ് പറയുക. അപ്പം നമ്മളിതിനെ സിമ്പിളായിട്ടാണ് ഇതിനെ പഠിച്ചെടുത്തത്. എക്സാമ്പിള്, ഇപ്പം നമ്മുടെ ജീവിതത്തിൽ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് എന്ത്, പോവുക, വരുക, ഓടുക, ചാടുക, അതുപോലെ പാടുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുന്നത്. ഇനി അതായത് നമ്മുടെ ഓരോ ശീലങ്ങൾ, ഐ ഗോ ടു ബസ് സ്റ്റോപ്പ് എവരി ഡേ. നമ്മൾ ഡെയിലിയൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ. നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണ്, ദിവസം നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ അതൊക്കെ ഒരു ഹാബിറ്റ്സ് ആണ് അല്ലേ. ഇവിടെ അതുപോലെ ശ്രദ്ധിക്കേണ്ടത് ഐ കഴിഞ്ഞിട്ട് ഡു ഉണ്ടെന്ന് വിചാരിക്കുക. എങ്കിലും നമ്മൾ ഡു ചേർക്കേണ്ട, ആ ഡൂനെ അവിടെ ഒഴിവാക്കിയിട്ട് എന്ത് ചേർക്കണം, ഐ ഗോ ടു ബസ് സ്റ്റോപ്പ് എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ ഇനി അടുത്തത് കോമൺ ട്രൂത്ത്സ് ആണ്. സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ സ്ഥിരമായിട്ട് നടക്കുന്നത് സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. സൂര്യൻ എല്ലാ ദിവസവും കിഴക്കു ഭാഗത്താണ് ഉദിക്കുന്നത്. അതൊക്കെ നമുക്ക് ഡെയിലി നടക്കുന്ന കാര്യമാണ് അല്ലേ. അതുപോലെ തന്നെ അവൻ വായിക്കുന്നു, അവൻ വായിക്കുകയാണ്, അവൻ വായിച്ചിട്ടുണ്ട്, അവൻ വായിച്ചിട്ട് കൊണ്ടിരിക്കുകയാണ്, അവൻ വായിച്ച് കൊണ്ടിരിക്കുകയാണ്, അവൻ വായിച്ചു, അവൻ വായിക്കുകയായിരുന്നു, അവൻ വായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ അവൻ വായിക്കും, അവൻ വായിക്കുകയായിരിക്കും, അവൻ വായിച്ചിട്ടുണ്ടാകും, അവൻ വായിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. ഇങ്ങനെ 12 രൂപത്തിൽ നമ്മൾ പഠിച്ചു. അവൻ വായിക്കുന്നു. ഇംഗ്ലീഷിൽ നമ്മൾ ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ സ്ട്രക്ചറാണ് ആദ്യം പഠിക്കേണ്ടത്. സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി പ്ലസ് വെർബ് പ്ലസ്.
സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് വെർബ്. സബ്ജക്റ്റ് എന്നാൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? സെൻറ്റൻസിനകത്ത് പ്രവർത്തിക്കുന്ന ആളെയാണ് നമ്മളിവിടെ എന്ത് പറയുക? സബ്ജക്റ്റ് എന്ന് പറയാം. അതായത് ആം റൈറ്റിംഗ്, ഇവിടെ ഞാനാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. സബ്ജക്റ്റ് ഐ ആണ്. ഈ ഞാൻ ഐ ആണ് ഇവിടെ സബ്ജക്റ്റ്. സബ്ജക്റ്റ് വേറെയുണ്ട്. ഐ, യു, വി, ഹി, ഷീ, ദേ, ഇറ്റ്, ദാറ്റ്. അതായത് ഇതിൽ ഇതൊക്കെ വിടും? ഇത്, അത്, ആളുകളുടെ പേരുകൾ. സബ്ജക്റ്റ് ഓക്സിലറി പ്ലസ് വെർബ് പ്ലസ് സബ്ജക്റ്റ് ഓക്സിലറി. അതായത് ഓക്സിലറി ഡു, ഡസ്, ഡിഡ്, ഇസ്, ആം, ആറ്, വാസ്, വേറ്, ഹാസ്, ഹാഡ്. ഇനി അടുത്തത് മനസ്സിലാക്കേണ്ടത്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അതിൻ്റെ ഇംഗ്ലീഷിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഞാൻ എന്നതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് ഐ ആണ്. നിന്നെ യു, സ്നേഹിക്കുന്നു എന്നാൽ ലവ് എന്നാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഒരു സെൻറ്റൻസ് ആക്കി എഴുതുമ്പോൾ എങ്ങനെ എഴുതുക? ഐ ലവ് യു. അപ്പോൾ ആദ്യം ഐ എഴുതി, ലാസ്റ്റാണ് ഇവിടെ സ്നേഹിക്കുന്നു. അപ്പോൾ അത് നമ്മൾ രണ്ടാമത് എഴുതി, ലാസ്റ്റ് യു. ഇത് നമ്മൾ തെറ്റാതെ പറയണമെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാകണം? ഇങ്ങനെ എഴുതണമെങ്കിൽ ഈ സൂത്രവാക്യങ്ങൾ പഠിക്കണം. സബ്ജക്റ്റ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി പ്ലസ് വെർബ്. ഇത് മൂന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ശ്രദ്ധിക്കുക, അവൻ വായിക്കുന്നു. ഹി റീഡ്. ഇവിടെ നമ്മൾ ഏത് ഓക്സിലറി ആണ് ഉപയോഗിക്കേണ്ടത്? ഡു, ഡസ്. അപ്പം ഹി ഡസ് റീഡ്, അവൻ വായിക്കുന്നു. ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ ഡസ് ചേർക്കാത്തത്? കാരണം സെൻറ്റൻസിനകത്ത് സബ്ജക്റ്റ് ഒരാളാണെങ്കിൽ നമ്മൾ പഠിച്ചിരുന്നു ഡസ് ചേർക്കണം. ഇവിടെ ഹി ഒരാളാണ്. ഒന്നിൽ കൂടുതൽ ആളുണ്ടെങ്കിൽ ഡു എന്ന ഓക്സിലറി വെർബ് ചേർക്കണം. ഷീ ഡസ് കം, അവൻ വരുന്നു. ഇവിടെ ഒരാളാണ്, അതുകൊണ്ട് നമ്മൾ ഇവിടെ ഡസ് ചേർത്തു. ഇനി സലീം ഡസ് സിങ്, സലീം പാടുന്നു. ഇവിടെയും ഒരാളേ ഉള്ളൂ. ഇവിടെയും നമ്മൾ എന്ത് ചേർത്തു? ഇവിടെ ഡസ് ചേർത്തു. ഇനി അടുത്തത് കാക്ക കരയുന്നു. അപ്പോൾ ക്രൗ ഡസ് ക്രൈ, കാക്ക കരയുന്നു. ഇവിടെ കാക്ക ഒരാളേ ഉള്ളൂ, അപ്പോൾ ഡസ് ചേർത്തു. അവർ വായിക്കുന്നു. അവർ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആളുണ്ട്. അവർ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചേർക്കണം? ഡു ചേർക്കണം. അപ്പം ദേ ഡു റീഡ്. ഇനി അടുത്തത് ഞാൻ പോകുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പഠിച്ചിരുന്നു ഐ വരുമ്പോഴും യു വരുമ്പോഴും എന്ത് ചേർക്കണം? ഡു എന്ന് ചേർക്കണം. ഐ ഡു ഗോ എന്നാണ് ഇവിടെ എഴുതേണ്ടത്. നീ എഴുതുന്നു. യു ഡു റൈറ്റ്. ഇവിടെ എന്തുകൊണ്ട് നീ നമ്മൾ യു എന്നതിൻ്റെ കൂടെയും നമ്മൾ ഡു ചേർക്കണം. അപ്പോൾ യു ഡു റൈറ്റ്. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഷീ ഡസ് കം എന്നുള്ളതിനെ ഡസ്സിനെ നമ്മൾ ഒഴിവാക്കിയിട്ട് ഈ കമ്മിൻ്റെ കൂടെ യെസ് ചേർക്കണം. ഷീ കംസ് എന്ന് ആകും. സലീം ഡസ് സിങ് എന്നതിനെ ഡസ്സിനെ ഒഴിവാക്കിയിട്ട് എന്തായിരുന്നു? സലീം സിങ്സ് എന്ന് ചേർക്കാം. അതുപോലെ ക്രൗ ഡസ് ക്രൈ, കാക്ക കരയുന്നു. ഇവിടെ ക്രൗ ക്രൈസ് എന്ന് ചേർക്കാം. കാക്ക കരയുന്നു. ദേ ഡു റീഡ്, ഇവിടെയും ഡു ഒഴിവാക്കിയിട്ട് ദേ റീഡ്സ്, അവർ വായിക്കുന്നു. ഐ ഡു ഗോ, ഐ ഗോ എന്ന് പറയാം. ഇനി ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിരുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്ഥിരമായി ചെയ്യുന്നതാണ് ഹാബിറ്റ്സ്. ഐ ഗോ ടു ബസ് സ്റ്റോപ്പ്. അതായത് ഇപ്പോൾ ഞാൻ ദിവസവും ബസ് സ്റ്റോപ്പിൽ പോകുന്നു. ഐ ഗോ ടു ബസ് സ്റ്റോപ്പ് എവരി ഡേ. ഇപ്പം നമ്മൾ സിമ്പിളായിട്ട് ഇങ്ങനെ സെൻറ്റൻസ് ഉണ്ടാക്കുക നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതായത് ഇതിന് നമുക്ക് കുറച്ച് ലോങ് ആയിട്ടാണ് പറയേണ്ടത്. ഇവിടെ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ഈസ്, ആം, ആറ് എന്ന് പറയുന്ന കണ്ടിന്യൂസ് ടെൻസിലെ ഈ 3 ഓക്സിലറികളെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സെൻറ്റൻസിനകത്ത് ക്രിയക്കൊപ്പം ing ചേർക്കണം. അപ്പം
അവൻ വായിക്കുകയാണ്. ഹീ ഈസ് റൈറ്റിംഗ്. ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹീ ആണ്, അവനാണ് എന്ന സബ്ജക്റ്റിലെ ഒപ്പം നമ്മൾ എന്ത് ചേർക്കുന്നു? ഈസ് ചേർക്കുന്നു. ഹീ ഈസ് എന്ന ഓക്സിലറി വെർബാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഹീ എന്ന സബ്ജക്റ്റിന് പകരം ഒന്നിൽ കൂടുതൽ ആളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ എന്ത് ചേർക്കണം? ആറ് ചേർക്കണം. ആറ് എന്ന ഓക്സിലറി വെർബ് ചേർക്കണം. എന്നാൽ ആം എന്ന ഈ ഓക്സിലറി വെർബിനോടൊപ്പം ഐ എന്ന സബ്ജക്റ്റ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്നാൽ ഈ ഓക്സിലറി വെർബുകൾ ഏതുപയോഗിച്ചാലും വെർബിൽ നമ്മൾ എന്ത് ചേർക്കണം? ING രൂപമാണ് ചേർക്കേണ്ടത്. ഇനി എക്സാമ്പിൾ നോക്കാം. അവൻ വരികയാണ്. ഷീ ഈസ് കമ്മിങ്. ഷീ എന്നാൽ ഇവിടെ ഒരാൾ, അവൾ എന്നാൽ ഒരാളായതുകൊണ്ട് ഷീ ഈസ് എന്ന ഓക്സിലറി വെർബാണ്. ഇവിടെ ഈസ് എന്ന ഓക്സിലറി വെർബാണ് നമ്മൾ ഷീൻ്റെ കൂടെ ഉപയോഗിച്ചത്. സലീം ഈസ് സിംഗിങ്. ഇവിടെ സലീം ഒരാളാണ്. അപ്പോൾ നമ്മൾ ഈ ഓക്സിലറി വെർബ് ഏതാ ചേർത്തത്? ഈസ് ചേർത്തു. സിംഗ് എന്നുള്ളതിനെ ING കൂടെ ചേർത്തു. ഇവിടെ സലീം ഒരാളായതുകൊണ്ട് ഇവിടെ നമ്മൾ ഈസ് ചേർത്ത് കൊടുത്തു. അതിനോട് കൂടെ എന്ത് ചേർത്തു? ING കൂടെ ചേർത്തു. ക്രൗ ഈസ് ക്രൈയിങ്. കാക്ക കരയുന്നു. ക്രൗ എന്നാൽ ഒരു കാക്ക മാത്രമാണുള്ളത്. അതുകൊണ്ട് നമ്മളിവിടെ ക്രൗവിൻ്റെ കൂടെ ഈസ് ചേർത്തു. ഈസ് എന്ന ഓക്സിലറി വെർബ് ഉപയോഗിച്ചു. പിന്നെ എന്ത് ചെയ്ത്? ക്രൈ എന്നുള്ളതിന് നമ്മളൊരു ING കൂടെ ചേർത്തു. അടുത്തത് എന്തായിരുന്നു? അവർ വായിക്കുകയാണ്. അവർ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുണ്ടായതുകൊണ്ട് നമ്മൾ ആറ് എന്ന ഓക്സിലറി വെർബാണ് ഉപയോഗിക്കേണ്ടത്. ദേ ആർ റീഡിങ്. റീഡ് എന്ന ക്രിയയുടെ കൂടെ നമ്മൾ എന്ത് ചേർത്തു? ING ചേർത്തു. റീഡിങ് ചേർത്തു. അടുത്തത് ഞാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ഐ എന്ന സബ്ജക്റ്റിൻ്റെ കൂടെ ആം എന്ന ഓക്സിലറി വെർബ് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഐൻ്റെ കൂടെ നമ്മൾ ആം ചേർത്തു. ഐ ആം ഗോയിങ്. ഗോ എന്ന വെർബിൻ്റെ കൂടെ ING ചേർത്ത് എന്താ പറയുക? ഗോയിങ് എന്നാണ് വരിക. ഐ ആം ഗോയിങ് എന്ന് പറയുന്നു. അടുത്തത് നീ എഴുതുകയാണ്. ഇവിടെ നീ എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രമാണ്. പക്ഷേ ഇവിടെ യു എന്ന സബ്ജക്റ്റിൻ്റെ കൂടെ നമുക്ക് എന്ത് ചേർക്കാൻ പാടുള്ളൂ? ആർ എന്ന ഓക്സിലറി വെർബാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ പഠിച്ചിരുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് അവൻ വായിക്കുന്നു. രണ്ടാമത് നമ്മൾ പഠിച്ചത് അവൻ വായിക്കുകയാണ്. പിന്നെ പഠിച്ചു അവൻ വായിച്ചിട്ടുണ്ട്. ഇനി അവൻ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഇതിന് പറയാം. അവൻ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഏതെല്ലാം വെർബുകൾ? ഹാസ്, ഹാവ്, അതുപോലെ ബീന്, വെർബ് പ്ലസ് ING ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഹീ ഹാസ് ബീൻ റീഡിങ്. ഇവിടെ ഹീ എന്ന സബ്ജക്റ്റ്, അവൻ എന്ന സബ്ജക്റ്റ് ഒരാളായതുകൊണ്ട് നമ്മളിവിടെ ഹാസ് ആണ് ചേർക്കേണ്ടത്. ഹാസ് എന്ന ഓക്സിലറി വെർബാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ നമ്മൾ ഓക്സിലറിക്ക് ഇവിടെ നമ്മൾ പകരമായിട്ട് ബീൻ എന്ന ഒരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് വെർബിൻ്റെ കൂടെ ING ചേർത്തിരിക്കുന്നു. ഹീ ഹാസ് ബീൻ ചേർത്തു. അതുപോലെ റീഡ് എന്നുള്ളിടത്ത് നമ്മൾ ING ആണ് ചേർത്തത്. അപ്പം അവൻ അവൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഷീ ഹാസ് ബീൻ കമ്മിങ്. അതുപോലെ പിന്നെന്തായിരുന്നു പഠിച്ചിരുന്നത്? സലീം പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ സലീം ഹാസ് ബീൻ, പിന്നെ ലാസ്റ്റ് നമ്മൾ ING കൊടുക്കുക. സലീം ഹാസ് ബീൻ സിംഗിങ്. അതുപോലെ കാക്ക കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ക്രൗ ഹാസ് ബീൻ ക്രൈയിങ്. അടുത്തത് അവർ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ എന്നുള്ളത് ദേ ഹാവ് ബീൻ റീഡിങ്. ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സബ്ജക്റ്റ് ഐ ആണ്. ഐ ഹാവ് ബീൻ ഗോയിങ്. ഇങ്ങനെയാണ് എഴുതുക. നീ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ യു ആണ്. യു ഹാവ് ബീൻ റൈറ്റിംഗ്. ഇപ്പോൾ എന്നോ തുടങ്ങി വെച്ച ഒരു കാര്യം അത് നമ്മൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുക? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നാണ് പറയുക. ഈ ടെൻസിൽ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ് ഹാസ്, ഹാവ്, അതുപോലെ അതിനൊപ്പം ബീന് ചേർക്കണം.
ക്രിയയുടെ കൂടെ ING ചേർക്കണം. ഇപ്പോൾ നമ്മൾ 4 ടെൻസുകളെ കുറിച്ച് പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഈസി ആയിട്ട് ഓരോ സെൻറ്റൻസുകളും അതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കാനൊക്കെ കഴിയും. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ടെൻസുകളെ കുറിച്ച് പഠിക്കാം. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് എഴുതുക. എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക.